ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചിക്കൻ കറിയുടെ എല്ലാം അതേ ഒരു ടേസ്റ്റ് വരുന്ന സോയ പൊട്ടാറ്റോ കറി റെഡിയാക്കാം. ഇതിൽ നമ്മൾ പൊട്ടാറ്റോ കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആദ്യം സോയ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് സോയ ഇട്ട് കൊടുക്കാം. സോയ ചേർത്ത് കൊടുത്ത ശേഷം ഇപ്പോൾ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സും കൂടെ ബോയിലായതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ ഇവിടെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സോയ സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം കൈവച്ച് നന്നായി തന്നെ പിഴിഞ്ഞ് അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അതിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച 2 സവാള ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 പീസ് ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടികളെല്ലാം ഒന്ന് ചൂടായി വരണം. പൊടികളെല്ലാം ചൂടായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 തക്കാളി മിക്സിയിലൊന്ന് അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ റോസ്മെല്ലും കൂടെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സോയ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ മൂടി വെച്ച ശേഷം 2 വിസിൽ വരുത്തി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ എല്ലാം ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തിക്കോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. സോയൊന്നും ഉടയാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം.
താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാനിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേപ്പിലയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സോയയും കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും പത്തിരിയുടെയും എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.